ഹായ് സ്റ്റുഡൻസ്, മാനേജീരിയൽ എക്കണോമിക്സിലെ തേർഡ് മൊഡ്യൂളാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതിൽ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കേസ് സ്റ്റഡിയാണ്, അല്ലാതെ ഒരു തിയറി അല്ല എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ കേസ് സ്റ്റഡി. അപ്പോൾ ഇവിടെ പോളച്ച് എന്ന് പറയുന്ന വ്യക്തിയും CW ബോബ് എന്ന് പറയുന്ന വ്യക്തിയും, ഈ രണ്ട് വ്യക്തികൾ എന്ത് ചെയ്യുന്നു, ഒരു അമേരിക്കൻ മാനുഫാക്ചറിങ് കമ്പനിയിൽ പോയിട്ട് അവിടെ അവർ നിരീക്ഷിച്ച കാര്യങ്ങൾ ഒരു കേസ് സ്റ്റഡീൻ്റെ രൂപത്തിൽ ഒരു തിയറി പോലെ നമുക്കിവിടെ ഫോം ചെയ്ത് തന്നേക്കാണുള്ളത്. അപ്പോൾ ഇവരവിടെ എന്താണ് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, ഒരു ഓർഗനൈസേഷനിൽ 4 ഫാക്ടേഴ്സ് ഉണ്ട്. ലാൻഡ് ഓർഗനൈസേഷന്, അതുപോലെ തന്നെ ലേബർ, ദെൻ ക്യാപിറ്റൽ. ഇങ്ങനെ 4 ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിലും രണ്ട് ഫാക്ടേഴ്സാണ് കോൺട്രിബ്യൂഷൻ ചെയ്യണത്. അതൊന്ന് ക്യാപിറ്റലും ഒന്ന് വർക്കേഴ്സാണ്, അതായത് ലേബേഴ്സാണ്. അപ്പോൾ ഇവിടെ അവർ മനസ്സിലാക്കിയത് ഒരു ഔട്ട്പുട്ടുകൾ, ഓർഗനൈസേഷനിലുള്ള ഔട്ട്പുട്ടുകൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ അവിടെ എഫേർട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് ലേബേഴ്സാണ്. അതായത് 3/4, 4/3 ഭാഗത്തോളാണ് ഈ ലേബേഴ്സ് അവിടെ എഫേർട്ട് ഇടുന്നത്, കോൺട്രിബ്യൂഷൻ ചെയ്യണത്. എന്നാൽ ക്യാപിറ്റൽ 4 വെറും 1 ഭാഗം മാത്രമേ അവിടെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വർക്കേഴ്സാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഹോമോജീനിയസ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഈ 3/4ഉം 1/4ഉം കൂട്ടിയാൽ നമുക്ക് 1 എന്നാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു കേസ് സ്റ്റഡിൻ്റെ, അതായത് ക്യാപിറ്റലിൻ്റെയും അതുപോലെ തന്നെ ലേബറിൻ്റെയും ഈ ഡിഗ്രി ഓഫ് ഹോമോജീനിയസ് എന്ന് പറയുന്നത് 1 ആണെന്നറിയാം. ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതൊരു ഇക്വേഷൻ ഒന്ന് ഫോർമുലേറ്റ് ചെയ്താൽ നമുക്ക് കഴിഞ്ഞു. Q = A × L² ആൽഫ × K² ബീറ്റ. അപ്പോൾ ഇവിടെ Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, നമ്മൾ എത്രത്തോളം ഔട്ട്പുട്ടാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് Q എന്ന് പറയുന്നത്. അത് തുല്യമാണ് എന്തിനോട്? A എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്, ഇൻറ്റു L² ആൽഫ. L എന്ന് പറയുന്നത് ഇവിടെ ലേബേഴ്സ് അതായത് വർക്കേഴ്സ് ആണ്. ആൽഫ എന്ന് പറയുന്നത് ലേബേഴ്സ് എത്രത്തോളം കോൺട്രിബ്യൂഷൻ ചെയ്യുന്നു, എത്രത്തോളം ഔട്ട്പുട്ട് അവർ മേക്ക് ചെയ്യുന്നു, അതാണ് L² ആൽഫ ഇൻറ്റു K² ബീറ്റ. K എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ എത്രത്തോളം കോൺട്രിബ്യൂഷൻ ചെയ്തു എന്നുള്ളതാണ് ബീറ്റ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റും ലേബേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത പ്രൊഡക്ട്സും അതുപോലെ തന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്കവിടെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, എത്രത്തോളം ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി വന്നു എന്നുള്ളത് നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള കോപ്പ് ഡഗ്ലസിൻ്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ആ ഒരു കേസ് സ്റ്റഡി പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് ഇതൊരു എക്കണോമെട്രിക്സിൻ്റെ ഫീൽഡിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ഈ ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സൈറ്റബിൾ ടു ആൾ ഇൻഡസ്ട്രീസ്, അതായത് ഇത് എല്ലാ ഇൻഡസ്ട്രീസിനും സ്യൂട്ടബിൾ ആണ്. ഇപ്പോൾ ബാങ്കിൻ്റെ, കൃഷിൻ്റെ, അങ്ങനെ എല്ലാ ഇൻഡസ്ട്രീസിനും ഈ ഒരു കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സ്യൂട്ടബിൾ ആണ്. ദെൻ യൂസ്ഫുൾ ഇൻ ഇന്റർനാഷണൽ ആൻഡ് ഇന്റർ ഇൻഡസ്ട്രി കമ്പാരിസൺസ്, അതായത് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള കമ്പനികളുടെയും അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രീസ് ലെവലിലുള്ള കമ്പനികളുടെയും അവിടുത്തെ ഉൽപ്പാദനം, ഫിനാൻസ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോപ്പ് ഡഗ്ലസ് യൂസ് ചെയ്യുന്നു. ദെൻ പോപ്പുലർ ഇൻ എംപിരിക്കൽ റിസർച്ച്, അതായത് ഈ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് ഒരു കേസ് സ്റ്റഡിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അമേരിക്കൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ പോയിട്ട് ഈ 2 വ്യക്തികൾ ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തൊരു തിയറിയാണ്. അപ്പോൾ ഇതൊരു ഒറിജിനൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഈ ഒരു എംപിരിക്കൽ റിസർച്ചിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. ദെൻ യൂസ്ഫുൾ ഇൻ ഇന്റർപ്രറ്റിംഗ് ദ മാർക്കോ എക്കണോമിക് റിസൾട്ട്, അതായത് നമ്മുടെ രാജ്യത്ത് എത്രത്തോളം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, എത്ര GDP, എത്രയുണ്ട് ഇൻകം, ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഓൺലി 2 ഫാക്ടേഴ്സ് മാത്രമേ ഈ ഒരു പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്നുള്ളൂ. അതായത് ലേബറും ക്യാപിറ്റലും, ഈ 2 പ്രൊഡക്ഷൻ മാത്രമാണ് ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിലുള്ളത്. മറ്റുള്ള ഫാക്ടേഴ്സൊക്കെ ഇത് അവഗണിക്കുകയാണ്. നെക്സ്റ്റ് പറയുന്നത് അവർ അസ്യൂം ചെയ്യുന്നു കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. ഇവർ എത്രത്തോളം ഇൻപുട്ടുകൾ
ഡബിൾ ആക്കുന്നു അല്ലെങ്കിൽ മെഷീൻസുകൾ ഡബിൾ ആക്കുന്നു, അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഔട്ട്പുട്ടും ഡബിൾ ആവുന്നു എന്ന് ഇവർ അസ്യൂം ചെയ്യണം. ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. നമ്മൾ ഇൻപുട്ട് ഡബിൾ ആക്കുന്നത് കാരണമോ അല്ലെങ്കിൽ മെഷീൻസ് ഡബിൾ ആക്കുന്നത് കാരണമോ ഒരിക്കലും ഔട്ട്പുട്ട് ഡബിൾ ആവണമെന്നില്ല. അത് ഓരോ സിറ്റുവേഷൻസിൽ മേ ബി ഔട്ട്പുട്ട് ഇൻക്രീസ് ആവാം, പക്ഷെ അത് എപ്പോഴും അങ്ങനെ ആവണം എന്നില്ല. ദെൻ നെക്സ്റ്റ് ഇറ്റ് അസ്യൂം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് എന്നുള്ളതും അവർ അസ്യൂം ചെയ്യുന്നു. അതായത് മാർക്കറ്റിൽ വലിയൊരു മത്സരം നടക്കുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യുന്നു, പക്ഷെ ശരിക്കും അങ്ങനെ ഒരു മത്സരം നടക്കുന്നില്ല. ദെൻ ബേസ്ഡ് ഓൺ സബ്സ്റ്റിറ്റ്യൂറ്റബിലിറ്റി ഫാക്ടേഴ്സ്. അതായത് ഇവിടെ എന്താണ്, ഇവിടെ സാധാരണയായിട്ട് ഒരു ലേബർ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ മാത്രം അവർ രണ്ടും കൂടിയും റിലേഷൻ ആകുമ്പോൾ മാത്രം നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടണുള്ളൂ. പക്ഷേ ഇവരങ്ങനെ എന്താണ്, അതായത് ഒരു ഫാക്ടർ മാത്രം നിന്നുകൊണ്ട് വർക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി അവർ അവോയ്ഡ് ചെയ്യാണ്. പക്ഷേ എന്താണ് ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഒരു ലേബറും ഒരു മെഷീൻസോട് ഇൻ്റർ കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കോസ്റ്റ് കോൺസെപ്റ്റ്. അപ്പോൾ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേൽ നമുക്ക് ചിലവാകുന്ന ആ ഒരു എക്സ്പെൻഡിച്ചറിനെയാണ് എന്ത് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ ടാഞ്ചിബിൾ ആയിട്ടും അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ ആയിട്ടും നമുക്ക് കോസ്റ്റ് ചിലവാകുന്നുണ്ട്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണ്. അതിൽ എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അതായത് എക്സ്പ്ലിസിറ്റ് പറയുമ്പോൾ നമുക്ക് ഒരു ചിലവ്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ മേലെ എന്തെങ്കിലും ഒരു ചിലവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു കമ്പനിയിൽ എഴുതി വെക്കും. ഡയറക്റ്റ് ഒരു ചിലവ് ഉണ്ടായിട്ട് അത് ആ കമ്പനിയിൽ എഴുതി വെക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേബേഴ്സിൻ്റെ വേജസ്, സാലറീസ്, റെൻറ്റ്, ഇതൊക്കെ എന്താണ്, ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകളാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഓണറും ഒക്കെ ആരാണ്, അതിൻ്റെ ലാൻഡിൻ്റെ ഓണറൊക്കെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോട് ആ ലാൻഡിന്റെ മേല് എന്ത് ചെയ്യേണ്ട, റെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ ഓണർ അയാൾ തന്നെയാണ്, വേറെ ആളല്ല. അപ്പൊ അയാൾക്ക് അതിന്റെ റെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെ ഒരു ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. കാരണം എന്തൊന്നും അദ്ദേഹം ആ ഒരു ഓർഗനൈസേഷനിൽ എഴുതി വെക്കണില്ല, റെന്റ് എന്ന് പറഞ്ഞ് എഴുതി വെക്കണില്ല. ബിക്കോസ് ഇറ്റ്സ് എ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ദെൻ മണി കോസ്റ്റ്. മണി കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന ആ കോസ്റ്റുകളാണ് മണി കോസ്റ്റ്. മൂന്നാമത് റിയൽ കോസ്റ്റ്. റിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മണീൻ്റെ രൂപത്തിലല്ല കോസ്റ്റ് വരുന്നത്, മറിച്ച് നമ്മുടെ ടൈമിൻ്റെ രീതിയിലോട്ട്. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറേ സ്ട്രഗ്ലിങ്സും കുറേ എഫേർട്സ് ഒക്കെ ഇടണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റിയൽ കോസ്റ്റ് മണീൻ്റെ രൂപത്തിലല്ല, നമ്മുടെ കഴിവുകളുടെയും എഫേർട്ടുകളുടെയും ടൈംലെസ്സിൻ്റെ ഒക്കെ കോസ്റ്റ് ആണ് റിയൽ കോസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള കോസ്റ്റ് ഉണ്ടാകും. ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ബെസ്റ്റ് ആയിട്ട് നമുക്ക് കോസ്റ്റ് കുറഞ്ഞ് കണ്ട് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കിട്ടുന്നത് ഏതാന്ന് നോക്കിയിട്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഈ ഒരു കോസ്റ്റ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ നമ്മൾ പേ ചെയ്തു എന്ന് നമ്മൾ ഫ്യൂച്ചർ വിചാരിക്കാണ് എന്തിനാണ് ആ പ്രോഡക്റ്റിനെ ഞാൻ അന്ന് പേ ചെയ്തത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, നമ്മൾ റിഗ്രറ്റ് ചെയ്യുക. പക്ഷെ നമുക്ക് എന്താണ് ആവശ്യമില്ലായിരുന്നു ആ ഒരു പ്രൊഡക്റ്റ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാസ്റ്റിൽ ഓൾറെഡി അതിന് പേ ചെയ്തു. അത് ഫ്യൂച്ചറിൽ എത്തുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല, അപ്പം നമുക്കത് അങ്ങനെ ഖേദിച്ചിട്ട് കാര്യമില്ല, കാരണം കിട്ടത്തില്ല. അപ്പോൾ അതാണ് സങ്ക് കോസ്റ്റ്. പിന്നെ പറയുന്നത് നമുക്കറിയാം ഡയറക്റ്റ് കോസ്റ്റ്, പാസ്റ്റ് പീരീഡ്, അത് അറിയാലോ, അക്കൗണ്ടിങ് കോസ്റ്റുകൾ, അക്കൗണ്ടിങ്ങിൽ വരേണ്ട ചിലവുകൾ. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് കോസ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് എന്താണ് ഫിക്സഡ് കോസ്റ്റ്. ഇവിടെ നമ്മൾ എത്ര പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഇല്ലെങ്കിൽ അവിടെ എന്താണ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയാലും 100 ഔട്ട്പുട്ട് ഉണ്ടാക്കിയാലും 1000 ഔട്ട്പുട്ട് ഉണ്ടാക്കിയാലും അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളവിടെ ഒറ്റൊരു ഔട്ട്പുട്ടും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കോസ്റ്റ് എന്തായിരിക്കും, അവിടെ ഒരു എമൗണ്ട് ഫിക്സഡ് ആയിരിക്കും. കുറച്ച് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മാനേജറിൻ്റെ സാലറി ഫിക്സ് ആയിരിക്കും, അതുപോലെ തന്നെ അവിടുത്തെ റെൻറ്റ് ഫിക്സ് ആയിരിക്കും, മെഷീൻ്റെ മേലുള്ള ഇൻഷുറൻസ്, ഇതൊക്കെ ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ്. നമ്മളിപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്താലും ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയാലും 100 ഔട്ട്പുട്ട് ഉണ്ടാക്കിയാലും അത് ഉൽപ്പാദിപ്പിക്കാനുള്ള ചിലവെന്ന് പറയുന്നത് ഫിക്സഡ്, അവിടെ വേരിയബിൾസ് ഒന്നും വരില്ല. എത്ര ഉണ്ടാക്കിയാലും ആ ഒരു എമൗണ്ട് അതുപോലെ തന്നെ ആയിരിക്കും. ഇനി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് അവിടെ ഡിഫറൻസ് ഉണ്ടാക്കും. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഒരു
കോസ്റ്റും അതുപോലെ 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ 100 കോസ്റ്റുമാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പണിക്കാരുടെ സാലറി അങ്ങനത്തെ കേസുകളൊക്കെ. അപ്പൊ ഈ റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് ഇതൊന്നും ഫിക്സ്ഡ് അല്ല, ഒക്കെ വേരിയബിൾസ് ആണ്. അപ്പൊ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് ഡിഫറെന്റ് ആണ്, 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് ഡിഫറെന്റ് ആണ്. എന്നാൽ 0 പ്രൊഡക്റ്റ് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ അത്രയും 0 കോസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പം അതിന് മുമ്പ് എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ ഏത് രീതിയിലോട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് ബ്രേക്ക് ഈവൻ. അതായത് ഇപ്പോൾ പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ 0 പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്നത് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ടൂളാണ് എന്ത് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ബ്രേക്ക് ഈവൻ പോയിന്റിൽ TC = TR, അതായത് ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂവിന് തുല്യമായിരിക്കും എന്ന് പറയുന്നു. അപ്പൊ അവിടെ ആ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ എന്താണ് പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഉണ്ടാവില്ല, അവിടെ 0 പ്രോഫിറ്റ് ആണ്. അതായത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവില്ല, എന്നാൽ ലോസും ഉണ്ടാവില്ല, അത് 0 പ്രോഫിറ്റ് ആണ്. കാരണം കോസ്റ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ട് അവർക്ക് റവന്യൂ വരുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ഡയഗ്രാം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതിൽ ഈ 0ന്റെ ആ ഒരു പോയിന്റ് മുതലാണ് എന്ത് റവന്യൂ ടോട്ടൽ റവന്യൂന്റെ ലൈൻ വരുന്നത്. അതിന് കുറച്ച് തൊട്ട് മുന്നേ ആയിട്ടാണ് മുമ്പ് എന്ത് ലോസിന്റെ ആ ഒരു സ്ട്രേറ്റ് ലൈൻ വരുന്നത്. അത് ആ ഒരു ലോസും അതുപോലെ തന്നെ അതിന്റെ റവന്യൂ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ലോസിന്റെ അവിടെ നിന്ന് വരുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ഡോട്ടഡ് ലൈന്, അവിടെയാണ് എന്ത് പറയുന്നത് വേരിയബിൾ കോസ്റ്റ്. അത് വരെയാണ് എന്ത് വേരിയബിൾ കോസ്റ്റ് വരുന്നത്. അതിന്റെ അടിയിലോട്ട് പിന്നെ ഏത് കോസ്റ്റ് വരുന്നത് ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പൊ ഇതാണ് എന്ത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാല്. അതായത് കമ്പനീന്റെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അവിടെ TC = TR ആയിരിക്കും, എപ്പോഴും അത് കോൺസ്റ്റന്റ് ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. 0 പ്രോഫിറ്റ് ആണ്, കൂടുതൽ പ്രോഫിറ്റോ ലോസോ ഒന്നും പോകൂല, അവിടെ 0 പ്രോഫിറ്റ് ആണ് വരുന്നത്. അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് എക്കണോമിക്സ് ആൻഡ് ഡിസെക്കണോമിക്സ് ഇൻ സ്കെയിൽ. അതിൽ ഫസ്റ്റ് എക്കണോമിക്സ് ഇൻ സ്കെയിൽ പറയാം. അതായത് ഒരു ബിസിനസ് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ബിസിനസ്സിന് നല്ല അഡ്വാൻറ്റേജസ് കിട്ടുന്നു. അതായത് ഒരു ബിസിനസ് ഒരു കുറേ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിന് എന്ത് ചെയ്യണം, അവിടെ അഡ്വാൻറ്റേജസ് അതായത് നേട്ടങ്ങൾ കിട്ടുകയാണ്. അപ്പോൾ എന്തിൻ്റെ ബേസിലേക്ക് നേട്ടങ്ങൾ കിട്ടുക, ലൈക്ക് കോസ്റ്റിൻ്റെ കേസിൽ ചെലവ് കുറയും. അതായത് ഇവിടെ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നു, ആവറേജ് വേരിയബിൾ കോസ്റ്റ് കുറയും. അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആവുന്നു. അതായത് ഇപ്പോൾ ഒരു 1000 യൂണിറ്റിന് ഒരു ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, ഒരു നിശ്ചിത ഒരു എമൗണ്ട് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു 1000 യൂണിറ്റ് എന്നുള്ളത് ഒരു 10,000 അല്ലെങ്കിൽ 20,000 യൂണിറ്റ് അവർ ഈ ഒരു ഫിക്സഡ് കോസ്റ്റിന് വെച്ച് ഉണ്ടാക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു പെർ യൂണിറ്റിന് ഒരൊറ്റ ഔട്ട്പുട്ടിന് വളരെ ചിലവ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഒരു വലിയൊരു എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ട് കോസ്റ്റ് ലാഭിക്കാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ കുറേ ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ട് ആ ഒരു ബിസിനസ്സിന്റെ നേട്ടങ്ങൾ ഉണ്ടാക്കുക, അതായത് ലാർജ് പ്രൊഡക്ഷൻ ഓഫ് ഔട്ട്പുട്ടുകൾ ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ ഒരു ബിസിനസ്സിന് അഡ്വാൻറ്റേജസ് കുറേ ഗുണങ്ങൾ കിട്ടുകയാണ്. അപ്പോൾ എന്തിൻ്റെ പേരിലൊക്കെ ഗുണങ്ങൾ കിട്ടുന്നത്, ബൾക്ക് ബൈയിങ്. അതായത് അവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ റോ മെറ്റീരിയൽസ് ഒക്കെ ഒരു ബൾക്കായിട്ടാണ് വാങ്ങുന്നത്. ബൾക്കായിട്ട് വാങ്ങുമ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലോട്ടായിരിക്കും ആ ഒരു റോ മെറ്റീരിയൽസ് അയാൾക്ക് അവൈലബിൾ. അപ്പോൾ എന്താണ് കോസ്റ്റ് അവിടെ കുറയാണ്, ഈ ഒരു റോ മെറ്റീരിയൽസിന്റെ മേലിലുള്ള ആ ഒരു കോസ്റ്റ് കുറയുന്നു. ദെൻ ലോ സെല്ലിംഗ് കോസ്റ്റ്. ഇവിടെ ഈ പ്രൊഡക്ട്സ് നമ്മൾ മാർക്കറ്റിലോട്ട് സെല്ലിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അധികം കോസ്റ്റ് ആവണില്ല. കാരണം നമ്മൾ പറഞ്ഞു ഒരു 1000 യൂണിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അപ്പോൾ ഈ 1000ന് പകരം നമ്മൾ 20,000 യൂണിറ്റ് ഉണ്ടാക്കണം, ലാർജ് എമൗണ്ട് ഓഫ് യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 1000 യൂണിറ്റിനുള്ള ഒരു സെല്ലിംഗ് കോസ്റ്റ് കൊടുക്കുന്നത് 20,000 യൂണിറ്റിൻ്റെ സെല്ലിംഗ് കോസ്റ്റ് കൊടുക്കുന്നതിന് തുല്യമാണ്. കാരണം നമ്മൾ ഇവിടെ വിൽക്കുന്നതൊക്കെ ഒരൊറ്റ പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് ഈ 1000 യൂണിറ്റിൽ നിന്ന് കൊടുക്കുന്ന സെല്ലിംഗ് കോസ്റ്റ് തന്നെ മതിയാവും ഈ 20,000 യൂണിറ്റിൻ്റെ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ചീപ്പർ ക്യാപിറ്റലാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ മെഷീൻസ് ഒക്കെ വാങ്ങി വെക്കുകയാണ്. അപ്പോൾ മെഷീൻസ് വാങ്ങി വെക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഒരു 1000 ഓൾറെഡി അവിടെ ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ 1000 പ്രൊഡക്ട്സ് മാത്രം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെഷീനോട് നമുക്ക് തീരെ എഫിഷ്യൻസി ഇല്ല. മറിച്ചൊരു 20,000 പ്രൊഡക്ട്സ് ആ ഒരു മെഷീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നെക്സ്റ്റ് എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ.
അത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കുറയാണ്, അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് പെർ യൂണിറ്റ് ഒരു പെർ യൂണിറ്റിന് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാക്കുന്നു. കാരണം നമുക്കൊരു 1000 യൂണിറ്റ് നമുക്ക് 20,000 10,000 എമൗണ്ട് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ഫിക്സഡ് കോസ്റ്റിൽ നിന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രത്തോളം അഡ്വാൻറ്റേജസുകളാണ് ഈ ഒരു എക്കണോമിക്സ് ഇൻ സ്കെയിലിൽ നിന്ന് കിട്ടുന്നത്. നെക്സ്റ്റ് ടൈപ്സുകളാണ് എക്കണോമിക്സിൻ്റെ. അപ്പോൾ 2 രീതിയിലോട്ടുണ്ട്, ഇന്റേണൽ ആയിട്ടും അതുപോലെ തന്നെ എക്സ്റ്റേണൽ. ഇന്റേണൽ പറയുമ്പോൾ അതായത് ഒരു ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷന് കാരണം ഒരു ബിസിനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്, അതായത് കുറേ ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം ഒരു ഫേമിന്റെ ഉള്ളിലുണ്ടാകുന്ന അഡ്വാൻറ്റേജസുകളാണ് പറയുന്നത്. മാനേജിയൽ എഫിഷ്യൻസി, അതായത് മാനേജിയലിന്റെ എഫിഷ്യൻസി, അവിടെ അവർ ചെയ്യുന്ന വർക്കുകളുടെ എഫിഷ്യൻസി കൂടുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു. ദെൻ ഫിനാൻഷ്യൽ അബിലിറ്റി, അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ 1000 ഔട്ട്പുട്ടിന് പകരം ഒരു 20,000 അല്ലെങ്കിൽ 10,000 ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, കോസ്റ്റുകൾ കുറയുന്നു, അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് കുറയുന്നു, നമുക്ക് നല്ല രീതിയിലോട്ട് പ്രോഫിറ്റ് കിട്ടും. കാരണം ഡിമാൻഡ് കൂടുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടുന്നു, അതുകൊണ്ട് നമുക്കൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു എബിലിറ്റി ഉണ്ട്. ദെൻ ടെക്നിക്കൽ ഇംപ്രൂവ്മെന്റ്, നമ്മൾ പറഞ്ഞു ആദ്യം ഒരു 1000 ഇൻപുട്ട് ആണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം ഫിക്സ്ഡ് കോസ്റ്റ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 10,000 20,000 ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ട് അത് ആ ഒരു മെഷീൻസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ്, അവിടെയുള്ള ടെക്നിക്കൽസിൻ്റെ എഫിഷ്യൻസി നമ്മൾ കൂട്ടിക്കൊണ്ടുവരാണ്. കാരണം ആദ്യമുള്ള മെഷീൻസ് പറയുമ്പോൾ ജസ്റ്റ് 10,000 എമൗണ്ട് ഔട്ട്പുട്ടുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ പ്രവർത്തിപ്പിക്കുന്നുള്ളൂ, ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. ആ ഒരു സ്ഥാനത്ത് 20,000 എമൗണ്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു മെഷീൻസിൻ്റെ എന്ത് ചെയ്യുന്നു, കണ്ടീഷൻസ്, അതിൻ്റെ എഫിഷ്യൻസി കൂട്ടി വരുന്നു. നെക്സ്റ്റ് മോണോപ്സോളി പവർ, മോണോപ്സോളി പവർ. അത് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഫോർത്ത് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരൊറ്റ ബയ്യർ മാത്രം, അതായത് ഈ ഒരു ഇത്തരം ഫേംസുകൾ എന്ത് ചെയ്യുന്നു, കുറേ റോ മെറ്റീരിയൽസ് ആണ് ഒരു ബിസിനസ്സിൽ നിന്നും അല്ലെങ്കിൽ ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം ഒരൊറ്റ ബയ്യർ ആയിരിക്കും. ആ ഒരു ബയ്യർ എന്ന് പറയുമ്പോൾ കുറേ പ്രൊഡക്ട്സ് വാങ്ങുന്ന ബയ്യറിന് വളരെ എന്ത് ചെയ്യുന്നു, പവർ കൂടും. അവർക്ക് കോസ്റ്റ് കുറച്ചിട്ടും അവർ എപ്പോഴൊക്കെ ആവശ്യപ്പെടുന്നു ആ ഒരു ടൈമിലൊക്കെ റോ മെറ്റീരിയൽസ് എത്തിച്ചു കൊടുത്തുകൊണ്ടൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു മോണോപ്സോളി പവർ ഇവർക്ക് ഉണ്ടാകുന്നു. നെക്സ്റ്റ് പറയുന്നത് കൺട്രോൾഡ് ബൈ മാനേജ്മെന്റ്, അതായത് മാനേജ്മെന്റ് ആണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ നെറ്റ്വർക്ക് ബിസിനസ്, ഇവിടെ എന്താണ്, ഇതൊരു വലിയൊരു പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ആ ഫേം എന്ത് ചെയ്യുന്നു, ഫേമിന്റെ അഡ്വാൻറ്റേജസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ മോഡേൺ രീതിയിലോട്ടായിരുന്നു. അതായത് ഈ സെല്ലിംഗ് ഒക്കെ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിലോട്ട് അവർ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഓരോ സാധനങ്ങളും മറ്റുള്ളവരോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ചിലവാവണില്ല, കോസ്റ്റ് വരുന്നില്ല. അപ്പോൾ എന്താണ്, അതൊരു അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇത്രയും ഇന്റേണൽ ആയിട്ട് നമ്മൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നത് കാരണം ഒരു ഫേമിന്റെ ഉള്ളിലുണ്ടാകുന്ന അഡ്വാൻറ്റേജസുകൾ, ഗുണങ്ങൾ. നെക്സ്റ്റ് എക്സ്റ്റേണൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ ആണ്. അതായത് ഇവിടെ എന്താണ്, ആ ഒരു ഫേമിന് മാത്രമായിട്ടല്ല അഡ്വാൻറ്റേജ് കിട്ടുന്നത്, മറിച്ച് ആ ഒരു ഇൻഡസ്ട്രി മുഴുവനും എന്ത് ചെയ്യുന്നു, ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നു. അതായത് ഒരു ഫേം എന്ന് പറയുമ്പോൾ ഒരൊറ്റ ബിസിനസ് ഫേമാണ്, പക്ഷേ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ഫേമുകളെയാണ് ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് അഡ്വാൻറ്റേജസ് കിട്ടുന്നത്, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, അതായത് ഒരു ഇൻഡസ്ട്രി വളരെയാണ്, ഇപ്പോൾ വളരെ കോസ്റ്റ് കുറച്ചുകൊണ്ടാണ് അവിടെയുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും ഡിമാൻഡ് കൂടിയിട്ട് അതിന്റെ പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രി വളർന്നു വരുമ്പോൾ അവിടെ ജിയോഗ്രഫിക്കലി ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ലൈക്ക് ഇലക്ട്രിസിറ്റി സൗകര്യങ്ങൾ, അതുപോലെ തന്നെ വാഹനം അധികമൊന്നും വരാൻ പറ്റാത്ത സൗകര്യങ്ങളൊക്കെ എല്ലാം ഒരു ഏരിയയിലുള്ള ഇൻഡസ്ട്രി ആണ് എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ സൗകര്യങ്ങൾ അവർക്ക് കിട്ടുന്നു. അതാണ് എക്സ്റ്റേണൽ, പുറമേ ഉള്ള അഡ്വാൻറ്റേജസുകൾ. പിന്നെ പറയുന്നത് ഗവൺമെൻറ് ടാക്സ്, അതായത് വളരെ എമൗണ്ട് കുറച്ചിട്ടാണ് കസ്റ്റമേഴ്സിന് അവരത് വിൽക്കണേ എന്നുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ വളരെ ചെറിയൊരു എമൗണ്ട് ടാക്സ് മാത്രമേ ഈടാക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കുറേ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരൊറ്റ യൂണിറ്റിൻ്റെ മേലിൽ ചെറിയൊരു എമൗണ്ട് ടാക്സ് അവർ ഈടാക്കുള്ളൂ. അപ്പോൾ അത് അവർക്കൊരു കണക്കിന് ലാഭമാണ്. അപ്പോൾ ഇതാണ് എക്സ്റ്റേണൽ ആയിട്ട് ഇപ്പോൾ ഒരു കമ്പനീൻ്റെ പുറമെ, ഒരു ഫേമിൻ്റെ പുറമെ നിന്ന് കിട്ടുന്ന ഈ ഒരു എക്കണോമിക്സോട് നിന്ന് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയണത്. നെക്സ്റ്റ് ഡിസ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ആണ്. നമ്മൾ നേരത്തെ എക്കണോമിക്സ് ഓഫ് സ്കെയിലിൽ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് ഇവിടെ പറയണത്. അതായത് നമ്മൾ അവിടെ പറഞ്ഞു
എക്കണോമിക്സിൽ ഒരു ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അഡ്വാൻറ്റേജസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എക്കണോമിക്സിൻ്റെ കേസിൽ ഒരു ലാർജ് നമ്പർ ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ മേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്അഡ്വാൻറ്റേജസ്, അതായത് ഗുണങ്ങളില്ല, ദോഷങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എക്കണോമിക്സിൽ ഒരു ലാർജ് നമ്പർ ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഇന്നൊരു അളവ് വരെ, ഒരു ലിമിറ്റ് വരെ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു പ്രൊഡക്ഷൻ മേക്ക് ചെയ്യുമ്പോഴാണ് അവിടെ എക്കണോമിക്സ്, അതായത് ഡിസ്അഡ്വാൻറ്റേജസ് വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ രൂപേണ പറയാന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റ് 20,000 ഔട്ട്പുട്ട് ഉണ്ടാക്കാം. പക്ഷേ ആ ഒരു 20,000 ഔട്ട്പുട്ടും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഒരു എക്കണോമിക്സ്, നമുക്കൊരു ഈ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇന്റേണൽ ആയിട്ടും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടും കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. അതിൽ നേരെ ഉൾട്ടാ, അതപ്പോൾ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തന്ന ലിമിറ്റിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നു. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള ഡിഫിക്കൽറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു ലാർജ് നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അവിടെ കോസ്റ്റ് കുറവാണെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അവിടെ നമുക്ക് കോസ്റ്റ് കൂടുന്നുണ്ട്. അവിടെ കോസ്റ്റ് കുറയുന്നില്ല, കോസ്റ്റ് കൂടുകയാണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കമ്പനിക്കാർ അല്ലെങ്കിൽ ബിസിനസ്സുകാർ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റിന്റെ മേലിലുള്ള ആ ഒരു എമൗണ്ട് കോസ്റ്റ് കൂടുന്നത് കൊണ്ട് തന്നെ അവിടെ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ മേലെ എമൗണ്ട് ഹൈ ആക്കി വെക്കുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും അതിന് ഡിമാൻഡ് കുറയുന്നു. അതുകൊണ്ട് കസ്റ്റമേഴ്സ് അത് വാങ്ങാത്ത രീതിയിലോട്ട് നിൽക്കുന്നു. പക്ഷേ ഈ ഗവൺമെന്റ് ടാക്സ് എന്ത് ചെയ്യുന്നു, ഒരു നല്ലൊരു എമൗണ്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മേലിൽ നല്ല രീതിയിലോട്ട് ഹൈ ടാക്സ് ചാർജ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ബിസിനസ്സിന് അതൊക്കെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ പറയുന്നത് നമ്മൾ ടെക്നിക്കലായിട്ടുള്ള എഫിഷ്യൻസി കുറയുന്നു, അതുപോലെ തന്നെ മോണോസോളി ബയർ അല്ലാതെ ആകുന്നു. ആ രീതിയിലോട്ടൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ പറയുന്നത് നേരെ ഉൾട്ടാക്കി ഇവിടെ എഴുതിയിട്ടാലും മതി. അപ്പോൾ ഇതാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിലും അതുപോലെ തന്നെ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്ന ആ ഒരു പോർഷന്. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് ഈ ഒരു 3rd മൊഡ്യൂളിൽ ഉൾപ്പെടുന്നത്. ഇതോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്തിരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.